സൽമാൻ ഖാനെ കൊണ്ട് മാത്രമല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഗായ്സ്, ശതാബ്ദി. ഹായ് ആന്റി. ഹായ്, സുഖമല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നീ എങ്ങനെയുണ്ട്? അങ്ങനെ പോകുന്നു. നാളെ നിനക്ക് ജോലി ഉണ്ടല്ലേ? അപ്പൊ പോയി ഭക്ഷണം കഴിച്ച് ഉറങ്ങ്. നിനക്ക് ഡാർക്ക് സർക്കിൾസ് വരും. ശരി, പോ 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 പോ. ബൈ. എന്തൊക്കെയല്ലേ കാര്യങ്ങൾ. ആന്റി, യു ആർ ലുക്കിംഗ് ഹാൻഡി. നമുക്ക് നൈറ്റ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്താലോ? നിന്റെ ഒരു കാര്യമുണ്ടല്ലോ. അവൻ എന്തൊരു വെറുപ്പിക്കലാ നോക്കിക്കേ. അത്രയ്ക്ക് അവൻ എന്താ പറഞ്ഞു? ഇതൊന്നും സംസാരിക്കാതെ ഒന്ന് നിർത്ത്. എനിക്ക് വല്ലാതെ ബോറടിക്കുന്നു. ആന്റി, നീ ഒരു പാട്ട് പാട്. പാടുന്നേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. പാടുന്നേ. ആ, നിന്റെ ഗിറ്റാർ എടുത്തിട്ട് വാ. ഗിറ്റാർ റെഡിയാക്ക്, ഗിറ്റാർ റെഡിയാക്ക്. ആ, കുഴപ്പമില്ല. ഏത് പാട്ട്? എടുത്തിട്ട് വാ. ആ പാട്ട് തന്നെ. പാടാം. ശരി. ഇവൻ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? ഹലോ, എന്താ കാര്യം? ഒരു ഡെലിവറി ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ഞാൻ കുടിച്ചോണ്ടിരിക്കുക. ആഹാ, അത് ശരി. ആക്ച്വലി സാൾട്ട് ലേക്കിലേക്കാ ഡെലിവറി, ആളുടെ ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക്. പക്ഷെ നീ കള്ളോട്. ശരി, ഫുഡ് പാക്ക് ചെയ്യേ, ഞാൻ വരാം. നിങ്ങൾക്ക് ഇത്ര നിർബന്ധം പാടില്ല കേട്ടോ. നിങ്ങളിരിക്കും, ഞാൻ പോരാം. അല്ല, ഇവൻ എവിടേക്കാ പോകുന്നേ? ആ, ഓക്കെ. പല വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നു. ഇത്രയും നാള് നീ എവിടെയായിരുന്നെന്ന് ചോദിച്ചപ്പോ അതിനുത്തരം ഞാൻ ചേംബർ ഓഫ് സ്ലംബറിലുണ്ടായിരുന്നു. രാത്രി ഒരു ഇരുട്ട് റൂമിൽ രഹസ്യമായ പ്രാണന്റെ ശബ്ദവും കേട്ട് ഞാൻ ലയിച്ച് കിടക്കുകയായിരുന്നു. വീട്ടിലേക്ക് പല വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചും വരുന്നു. നീ ശരിക്കും ഭയങ്കര ഇന്റലിജന്റ് ആണല്ലേ? സന്തോഷത്തിന്റെ നർമ്മണം ഒരു ചെറിയ കുട്ടിയുടെ ചിരി പോലെയാണ്. സൂര്യനെ കണ്ടുണരുന്ന പൂ പോലെ. എന്റെ മനസ്സു കവർന്നവൻ ഇപ്പോൾ എന്നെ കാണാൻ വരും. വാതിലുകൾ തുറന്നിടാം നിന്റെ സ്നേഹത്തിനായി. നീ വരില്ലേ? പിന്നെ ശരിക്കും നന്നായിരുന്നു. Brilliant. I will check. ഞാനും പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. Sure. Oh. ഹലോ, പാർസൽ. ഇത് കുറച്ച് ഹെവിയാണ്, ഞാൻ അകത്ത് കൊണ്ടുവരാം. കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം. നോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. മാഡം, കുറച്ച് വെള്ളം കിട്ടോ? എടുത്തോണ്ട് പോക്കോ. നിങ്ങൾ വെള്ളം വാങ്ങിച്ച് തന്നിട്ട് കുറേ ദിവസമായി. നിങ്ങളൊരു ദിവസം വരൂ, നമുക്ക് കൂടിയിട്ട് കുറേ ദിവസമായില്ലേ. ഇനി സ്ഥലം വിട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ റോണിയുടെ കൂടെ കൂടിയിട്ട് കള്ളു കുടിച്ചോ? ഇല്ല, റെസ്റ്റോറന്റിൽ ഒരു പാർട്ടി നടന്നപ്പോ അന്ന് അവൻ എന്റെ കൂടെ കഴിച്ചതാ. അല്ലെങ്കിൽ ഞാൻ എന്തിനാ അവന്റെ കൂടെ ഇരുന്ന് കഴിക്കണം? ഞാൻ ജനറലി ഇങ്ങനത്തെ എങ്ങനെ വീടായിട്ട് വിചാരിക്കുന്ന? ഇറ്റ്സ് ഓക്കെ, ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ലടോ. നോ, ഷട്ട് അപ്പ് പ്ലീസ്. അനിത്യ, ദയവേത് ഇന്ന് വേണ്ട പ്ലീസ്. Why? What happened? ഇല്ല,
ഒന്നുമില്ല. ആ, അത് ഞാൻ ഒരു മിനിറ്റ് ഇപ്പം വരാം. ഉം. ആ, ശ്ശെ, നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? വെള്ളം കുടിച്ചിട്ടിരുന്ന്. നിന്റെ മുറിയിൽ നിന്നാണ് എന്തോ ശബ്ദം വന്നതുപോലെ തോന്നിയത്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോ. ആ, ഗുഡ് നൈറ്റ്. No. Please. ചേച്ചി, നീ എവിടെയാ ഇരിക്കുന്നേ? നീ ഇവിടെയാണുള്ളേ? കളിച്ചോണ്ടിരിക്കുക? എന്താ ശരിയല്ലേ? എന്തിനാ നിന്റെ ചേച്ചിയെ വിളിക്കുന്നേ? ഞാനല്ലേ നിന്റെ കൂടെ? നിനക്ക് ചോക്ലേറ്റ് തരട്ടെ? ചോക്ലേറ്റ് എന്ത് പറ്റി ഷോഹിനി? നമുക്ക് ഒന്നിച്ച് കഴിച്ചാലോ? ഒന്നിച്ച് കഴിക്കാം. ചേച്ചി, ചേച്ചി, നിനക്ക് എന്ത് പറ്റി മോളെ? ഗോഡ്, യു ആർ ഡ്രീമിംഗ്. ഞാനല്ലേ കൂടെ, എന്തിനാ വിഷമിക്കുന്നത്? ചീത്ത സ്വപ്നം ഒന്ന് വിട്ടേക്ക്. വാ, ഇങ്ങ വാ. അധികം തരൂ, ഇനി കുറച്ചുകൂടെ തരൂ. അന്ന് അത്രയ്ക്ക് പൈസ തന്നല്ലേ? ഒരാഴ്ച കഴിഞ്ഞില്ലേ, കുറച്ചുകൂടെ കാശിൻ്റെ ആവശ്യമുണ്ട്. നിന്റെ അതിര് വിട്ട് പോവുകയാണ്. പ്ലീസ്. ആ, നിങ്ങൾ താ. നിങ്ങളിവിടെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയല്ലേ, താന്ന്. ഇപ്പൊ എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. ഇതിന് മൊത്തം എത്ര ഉണ്ട്? ശരി, ഞങ്ങൾ മാനേജ് ചെയ്യാം. ഓക്കെ. എന്നാ പിടിച്ചോ നിന്റെ സിഗരറ്റ്. താങ്ക്സ്. ഓ, ഇത് കേൾക്ക്. ഈ വീട്ടിന്റെ കീ നീ നിന്റെ കയ്യിൽ വെച്ചോട്ടോ. എന്തിനാ? ഇത് സ്പെയർ കീയാ. നീ അടിക്കടി വരുന്നുണ്ടല്ലോ, അപ്പം നീ വെയിറ്റ് ചെയ്യണ്ടല്ലോ. വെരി കൺവീനിയന്റ്. ഗുഡ്. ആ റോണി എങ്ങനെയാ? അവനൊരു റൗഡിയാ. നല്ല ജോലി എന്ന കാരണം ഇവിടെ പണിക്ക് വെച്ചിരിക്കുക. അവൻ്റെ അടുത്ത് യാതൊരു കണക്ഷനും വെക്കണ്ട. ഒരു കണക്ഷനോ? ഞാൻ അവൻ്റെ കൂടെ അഫയർ വെക്കാന്ന് ആലോചിക്കായിരുന്നു. സീരിയസ് ആയിട്ടാ പറയുന്നേ. ഒരു ദിവസം ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നീ അവനെ ഡേറ്റ് ചെയ്യല്ലേ? നിന്നെ ഞാൻ നീ അവനെ ഡേറ്റ് ചെയ്യല്ലേ? അയ്യോ, എന്നെ ടോർച്ചർ ചെയ്യുന്നേ.